Good evening, all. Good evening. Okay. Module wise നമുക്ക് ക്വസ്റ്റ്യൻസ് തരാണെങ്കിൽ നല്ലതായിരുന്നു. മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ ഇതേവരെ നമുക്ക് ഇതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണെന്ന് കിട്ടിയില്ല. പിന്നെ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഗ്രൂപ്പില്. ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അവര് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഈ ടോപ്പിക് വൈസ് എടുക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഏത് തരത്തിലാണ്? അത് ഞങ്ങൾക്കും ഉണ്ട്. കാരണം ഈ കേസ് സ്റ്റഡീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അവര് ഒരു കേസ് സ്റ്റഡി പോലെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന കേസ് സ്റ്റഡീസ് അല്ല, നമുക്ക് തന്നിരിക്കുന്ന കേസ് സ്റ്റഡി നമ്മൾ എന്തായാലും പഠിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. വേറെ ഏതെങ്കിലും ടോപ്പിക് എടുത്തിട്ട് അത് ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അപ്പം തൽക്കാലം ഇപ്പൊ നമ്മൾ സീരിയസിന് അങ്ങനെ അത്രയും വരില്ലായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കയറ്റിയിരുന്നു അയച്ചു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അവർ ഏത് രീതിയിലെ ക്വസ്റ്റ്യൻ ഇടാൻ ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മൾ സീരിയസിന് എന്താണ് നമ്മൾ നോർമലി തന്നെ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ഒരു ചിന്തിക്കുന്ന രീതിയിലുള്ള 1-2 ക്വസ്റ്റ്യൻ അനലിറ്റിക്കൽ ആയിട്ട് ഇട്ടിട്ട് ബാക്കി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഏകദേശം കുറെയൊക്കെ ഷെയർ ചെയ്ത് തരാവേ. ഓക്കെ. OSL എക്സാം എന്നോ അത് ഓൺലൈൻ അല്ലേ ഇപ്രാവശ്യം? ഫസ്റ്റ് ടൈം ഓൺലൈൻ അല്ലേ? സെക്കൻഡ് അല്ലേ? 21st ആണ്. 21st ഓൺലൈൻ ആണ്. ഓൺലൈൻ. സെക്കൻഡ് സീരീസ് അല്ലേ നമുക്ക് ഓഫ്ലൈൻ വരുന്നത്? അതെ. 21st അല്ലേ? ഓക്കെ. ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഇട്ടാട്ടോ. അത് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇപ്പൊ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് 2 ടോപ്പിക്കാണ് ശരിക്കും മെയിൻ ആയിട്ടും വരുന്നത്. പ്രോസസ് സിൻക്രണൈസേഷനും ഡെഡ് ലോക്കും. ഈ 2 ടോപ്പിക്കിൽ നിന്നാണ് നമുക്ക് ബാക്കി കണ്ടന്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാലിറ്റി ആണ് പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു മെയിൻ ഫങ്ഷൻ ആണ്. അതിൻ്റെ അകത്ത് പ്രോസസ് മാനേജ്മെന്റിനകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു പ്രോസസ് ഷെഡ്യൂളിംഗ്. അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കഴിഞ്ഞത്. ഷെഡ്യൂളിംഗ് അൽഗോരിതംസും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെഡ്യൂളേഴ്സ്, ഷെഡ്യൂളിംഗ് ക്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആ ഒരു കണ്ടന്റിലായിരുന്നു. ഇനി ആ പ്രോസസ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ടോപ്പിക്കാണ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിൻക്രണൈസേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഡിജിറ്റലൊക്കെ പഠിച്ച സമയത്തൊക്കെ നമ്മൾ പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസിനകത്ത് എന്തിനാണ് പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ആവശ്യകത, അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ്സ് ഫോളോ ചെയ്താൽ നമുക്ക് സിൻക്രണൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, സിൻക്രണൈസേഷൻ നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യമേ സിൻക്രണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എപ്പോൾ നമുക്ക് എല്ലാ പ്രോസസ്സിന്റെയും കേസിൽ നമുക്ക് സിൻക്രണൈസേഷന്റെ ആവശ്യകത ഇല്ല. അതായത് നമുക്കറിയാം 2 ടൈപ്പിലുള്ള പ്രോസസ് ആണുള്ളത്. ഇൻഡിപെൻഡന്റ് പ്രോസസ്സും ഉണ്ട്, കോ ഓപ്പറേറ്റിംഗ് പ്രോസസ്സും ഉണ്ട്. ഇൻഡിപെൻഡന്റ് പ്രോസസ് ആൻഡ് കോ ഓപ്പറേറ്റിംഗ് പ്രോസസ്, 2 ടൈപ്പിലുള്ള പ്രോസസ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിന്റെ എക്സിക്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. അതേസമയം കോഓപ്പറേറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും പ്രോസസ്സിനെ ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ അതെന്താണ്? കോഓപ്പറേറ്റിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അത് വേറൊന്നിനെ അഫക്ട് ചെയ്യുന്നില്ല. കോഓപ്പറേറ്റിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷൻ, ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വേറൊരു പ്രോസസ്സിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവാം. അങ്ങനെ ചേഞ്ചസ് വരണമെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും? കോമൺ ആയിട്ടുള്ള ഒന്നെങ്കിൽ എന്തെങ്കിലും
ഒരു റിസോഴ്സ് അവർ കോമൺ റിസോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ വേറൊരു പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുക. ഈ കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വരാം. ഡയറക്ട്ലി ഷെയർ എ ലോജിക്കൽ അഡ്രസ് സ്പേസ്, അതായത് ഈ കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഒരേ സെയിം ലോജിക്കൽ അഡ്രസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഓർ ബി അലൗഡ് ടു ഷെയർ ഡാറ്റ ഓൺലി ത്രൂ ഫയൽസ് ഓർ മെസ്സേജസ്. അവ തമ്മിൽ ആ കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈ ഡേറ്റ ഇന്റർചേഞ്ച് നടക്കുന്നുണ്ടാവാം. അപ്പൊ ഇത് രണ്ട് രീതിയിൽ, അതായത് സെയിം ലോജിക്കൽ അഡ്രസ് സ്പേസ് ഷെയർ ചെയ്യുന്നത് വഴിയും എന്താവാം, കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് ആവാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, രണ്ട് പ്രോസസ്സ് തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്യുന്നത് വഴിയും അതെങ്ങനെയാവാം, കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് ആവാം. ഇനി നമുക്ക് പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെ എപ്പോ ആവശ്യം ഉണ്ട് എന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒന്നിലധികം പ്രോസസ്സ് അറ്റ് എ ടൈമില് എന്താണ് ഒരേ റിസോഴ്സസിനെ യൂസ് ചെയ്യാന്ന് വിചാരിക്കാം. അതായത് ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, എ എന്ന് പറയുന്ന വേരിയബിളിനെ രണ്ട് പ്രോസസ്സ് സെയിം ടൈമിൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ട്, എ എന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് രണ്ട് പേഴ്സൺസ് യൂസ് ചെയ്യാം. അതായത് യൂസർ 1ഉം ഏതാണ്, എ എന്ന് പറയുന്ന അക്കൗണ്ട് യൂസ് ചെയ്യാണ്, യൂസർ 2ഉം എ എന്ന് പറയുന്ന അക്കൗണ്ട് യൂസ് ചെയ്യാണ്. ഒരാള് ചെയ്യുന്നത് എന്താ പറയാ വിത്ഡ്രോയും ഒരാൾ ഡിപ്പോസിറ്റും ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അക്കൗണ്ട് എ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്ത് കറന്റ് ഇപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് 1000 rupees എന്ന് വിചാരിക്കാം. ഓക്കെ, അക്കൗണ്ട് എയിലെ കറന്റ് ഉള്ള ബാലൻസ് എന്ന് പറയുന്നത് 1000 rupees. ഓക്കെ, ഇനി യൂസർ 2 എന്ന് പറയുന്നത് ചെയ്യുന്നത് ഇപ്പൊ കറന്റ് അക്കൗണ്ടിൽ എത്രയാണുള്ളത്, 1000 rupees ആണുള്ളത്. ഓക്കെ, യൂസർ 2 എന്ന് പറയുന്ന ആള് ഒരു 1000 rupees ഡിപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഒരു 1000 rupees ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പം യൂസർ 2ന്റെ വ്യൂവില് അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടാവണം, 2000 rupees ഉണ്ടാവണം. കാരണം ഓൾറെഡി 1000 rupees ഉണ്ടായിരുന്നു, അയാൾ എന്ത് ചെയ്തു, ഒരു 1000 rupees കൂടി ഡിപ്പോസിറ്റ് ചെയ്തു. അപ്പൊ കറന്റ് ബാലൻസ് എത്രയായി, 2000 rupees ആയി. ഓക്കെ, ഇനി യൂസർ 1 ചെയ്യുന്നത് ഓൾറെഡി അവിടെ 1000 rupees ആയിരുന്നു കറന്റ് ബാലൻസ് ഉണ്ടായിരുന്നു. യൂസർ 1 എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഒരു 500 rupees വിത്ഡ്രോ ചെയ്തു. ഓക്കെ, ഒരു 500 rupees വിത്ഡ്രോ ചെയ്തു. അപ്പോ യൂസർ 1ന്റെ വ്യൂവിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയായിരിക്കണം, 500 rupees ആയിരിക്കണം. ഓക്കെ, പക്ഷെ എന്താണ്, രണ്ടുപേരും അറ്റ് എ ടൈം ഈ സെയിം അക്കൗണ്ട് തന്നെ യൂസ് ചെയ്താൽ അവിടെ എന്താണ്, ആ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയും ഇൻകൺസിസ്റ്റന്റ് സ്റ്റേറ്റിലാണെന്ന് പറയും. ഓക്കെ, ഇത് ഈ കോമൺ ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ കോമൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് പറയുന്നത്. ഇതേപോലെ പ്രോസസ്സിന്റെ കേസിൽ രണ്ട് പ്രോസസ്സ് അറ്റ് എ ടൈമില് ഒരേ സെയിം വേരിയബിള് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഇൻകൺസിസ്റ്റൻസി ഒഴിവാക്കുക എന്ന് പറയുന്ന പർപ്പസ് ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രോസസ് സിൻക്രണൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിടികിട്ടിയോ, എന്തിനാണ് പ്രോസസ് സിൻക്രണൈസേഷൻ നടത്തുന്നതെന്ന് ഒന്നുകൂടെ പറയണോ? When multiple processes execute concurrently sharing system resources, then inconsistent result might be produced. ഓക്കെ, ഒന്നിലധികം പ്രോസസ്സ് കൺകറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതും എങ്ങനെയായിരിക്കണം, റിസോഴ്സസിനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇൻകൺസിസ്റ്റന്റ് റിസൾട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Process synchronization is a mechanism that deals with the synchronization of these processes. ഈ പ്രോസസ്സുകളുടെ സിൻക്രണൈസേഷൻ ആണ് പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺകറന്റ് ആക്സസ് ടു ഷെയർഡ് ഡേറ്റ, ഒരേ സമയത്ത് രണ്ട് പ്രോസസ്സ് സെയിം ഡേറ്റനെ ആക്സസ് ചെയ്താൽ മേ റിസൾട്ട് ഇൻ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി. Maintaining data consistency requires mechanisms to ensure the orderly execution of cooperating process. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് എന്താണ് വേണ്ടത്, ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റാം, അവിടെ എന്താ സെന്റൻസിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞേ, കൺകറന്റ് ആക്സസ് ടു ഷെയർഡ് ഡേറ്റ മേ റിസൾട്ട് ഇൻ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി.
അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുകയാണ് മെയിൻറ്റെയിനിങ് ഡേറ്റ കൺസിസ്റ്റൻസി. ഡേറ്റനെ കൺസിസ്റ്റന്റ് ആക്കണമെങ്കിൽ requires mechanisms to ensure the orderly execution of cooperating process. എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞേ? അത് ഉദ്ദേശം ഒന്നുമില്ല. അതായത് ഡേറ്റനെ നമുക്ക് കൺസിസ്റ്റന്റ് ആക്കണമെങ്കിൽ എപ്പോഴാണ് ഡേറ്റ ഇൻകൺസിസ്റ്റൻസി വരുന്നത്? കോപ്പറേറ്റിംഗ് പ്രോസസ് ആകുമ്പോഴാണല്ലോ. കോപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിന്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വേറൊരെണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എപ്പോഴാണ്? ഡേറ്റ ഷെയർ ചെയ്യുമ്പോൾ അല്ലെ? ഷെയർ ഡേറ്റനെ ആക്സസ് ചെയ്യുമ്പോഴാണ് സംഭവിക്കാം. അപ്പം ആ ഡേറ്റ കൺസിസ്റ്റൻസി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ രണ്ട് പ്രോസസ്സിന്റെയും, അതായത് ഈ രണ്ട് കോപ്പറേറ്റിംഗ് പ്രോസസ്സ്, അതിന്റെ എക്സിക്യൂഷന്റെ ഓർഡർ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, എക്സിക്യൂഷന്റെ ഓർഡർ പ്രോപ്പർ ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡേറ്റയുടെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇറ്റ് കൺട്രോൾസ് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോസസ് റണ്ണിങ് കൺകറന്റ്ലി ടു എൻഷുർ ദാറ്റ് കൺസിസ്റ്റന്റ് റിസൾട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നീഡ് ഫോർ സിൻക്രണൈസേഷൻ. ഓക്കെ, process synchronization is needed. എപ്പോഴാണ് വേണ്ടി വരിക? when multiple process execute concurrently sharing some system resources to avoid the inconsist. അതിപ്പോ നമ്മൾ പറഞ്ഞത് തന്നെയാണ് പറയാം. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ്? എങ്ങനെയാ പ്രോസസ് സിൻക്രണൈസേഷൻ ഉണ്ടാവുന്നതെന്ന്? ഓക്കെ, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ എക്സാമ്പിൾ ആക്കുമ്പോൾ ഒരു വശം മനസ്സിലാവുമായിരിക്കും. നമ്മൾ പറഞ്ഞു ഡേറ്റനെ കൺസിസ്റ്റന്റ് ആക്കണമെങ്കിൽ ഇവ അതായത് ഇൻസ്ട്രക്ഷന്റെ ഓരോ ഇൻസ്ട്രക്ഷനും ഏത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് നമ്മൾ എന്താണ്, ഏത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്താലാണ് ഡേറ്റ കൺസിസ്റ്റന്റ് ആവുക. അതാണ് പ്രോസസ് സിൻക്രണൈസേഷൻ എന്നതുകൊണ്ട്. പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ സിൻക്രണൈസ് ചെയ്യുന്ന, ആ സിൻക്രണൈസേഷന് വേണ്ടി വരേണ്ട മെക്കാനിസം എന്താണ്? ഏതൊക്കെ പ്രോസസ്സ് ഏത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റനെ കൺസിസ്റ്റന്റ് ആക്കാം. ഇവിടെ സപ്പോസ് രണ്ട് പ്രോസസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പ്രോസസ് 1ഉം പ്രോസസ് 2ഉം. ഓക്കെ, പ്രോസസ് 1നകത്ത് 3 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പ്രോസസ് 2നകത്ത് എന്തുണ്ട്? 2 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, അത് രണ്ടും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കോപ്പറേറ്റിംഗ് പ്രോസസ് ആണോ ഇൻഡിപെൻഡന്റ് പ്രോസസ് ആണോ? ഇത് കോപ്പറേറ്റിംഗ് പ്രോസസ് ആണോ ഇൻഡിപെൻഡന്റ് പ്രോസസ് ആണോ? പ്രോസസ് 1 പ്രോസസ് 2 കോപ്പറേറ്റിംഗ് പ്രോസസ്. കാരണം സെയിം വേരിയബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. യെസ്, രണ്ടും കോമൺ ഡേറ്റനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രോസസ് 1ഉം പ്രോസസ് 2ഉം സെയിം ഡേറ്റനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആക്സസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും എന്താണ്? കോഓപ്പറേറ്റിംഗ് പ്രോസസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മള് ഒന്നാമത്തെ P1 പ്രോസസ് 1നെ നമ്മൾ P1 എന്നും പ്രോസസ് 2നെ P2 എന്നാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കേ, ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് ഇഫ് ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡർ P1 of 1, P1ന്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, അതാണ് P1 of 1 എന്ന് പറഞ്ഞാൽ അതേതാണ്? A equal to 1. അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്, കാണാമല്ലോ നിങ്ങൾക്കല്ലേ? A equal to 1, അതാണ് ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ അടുത്ത എക്സിക്യൂട്ട് ചെയ്യുന്നത് P2ന്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ. P2 അതാണ് B equal to 2 എന്ന് പറയുന്നതാണ് P2ന്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, അത് B equal to 2. ഓക്കെ, ഇനി അടുത്തത് P1 of 2. ഓക്കെ, P1 of 2 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, അതെന്താണ്? A equal to B plus 1. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലി എയുടെ വാല്യൂ 3ഉം ബിയുടെ വാല്യൂ 6ഉമാണ്. സോറി, അല്ല എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ 2 ആണല്ലോ. അതാണ് നമുക്ക് ഇവിടെ പ്രോസസ് 1നകത്ത് A equal to 1, B equal to 2. ഓക്കെ, ദെൻ A equal to B plus 1 അതെന്ന് പറയുന്നത് ഏത് പ്രോസസ്സിന്റെ ഇൻസ്ട്രക്ഷൻ ആണ്? ഫസ്റ്റ് പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ A equal to B plus 1. ഇപ്പൊ കറന്റ്ലി എയുടെ വാല്യൂ എത്രയാണ്? 1 ആയിരുന്നു, ബിയുടെ വാല്യൂ 2 ആയിരുന്നു. A equal to B plus 1 എന്ന് പറയുമ്പോൾ എയ്ക്കകത്തേക്ക് എന്ത് വാല്യൂ കിട്ടും നമുക്ക്? ബിയുടെ വാല്യൂ 2 ആണ്, 2 plus 1 equal to 3. അതായത് എയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. ഇനി അടുത്തത് ഏതാണ്? P1 of 3. P1 of 3 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് 1ന്റെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് B equal to B plus 1. ഓക്കെ, അപ്പൊ ഇപ്പൊ ബിയുടെ വാല്യൂ എന്താണ്? ബിയുടെ വാല്യൂ 2 തന്നെയാണല്ലോ അല്ലെ? ബിക്ക് അപ്ഡേഷൻസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ, ബിയുടെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പൊ B equal to B plus 1 എന്ന് പറയുമ്പോൾ B equal to 2 plus 1, അതായത് ബിയുടെ വാല്യൂ എന്തായി? 3 ആയി. ഓക്കെ, നെക്സ്റ്റ് P2ന്റെ 2, രണ്ടാമത്തെ പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, അതെന്താണ്? B equal to B into 2. ബിയുടെ വാല്യൂ ഇപ്പൊ എന്താണ്? നമുക്ക് 3 അല്ലേ കിട്ടിയിരിക്കുന്നത്. ആ വാല്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? മോഡിഫൈ ചെയ്യുക. 3 into 2 6. ഓക്കെ, അതായത് ഫൈനലി നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിനകത്ത് എങ്ങനെയാണ്? എയുടെ വാല്യൂ എത്രയാണ്? 3ഉം ബിയുടെ വാല്യൂ എത്രയാണ്? 6ഉമാണ്.
ഓക്കെ ആണല്ലോ. അതായത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രോസസ്സിന്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തെ പ്രോസസ്സിന്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, ഒന്നാമത്തെ പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, ഒന്നാമത്തെ പ്രോസസ്സിന്റെ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തെ പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ. ഈ ഓർഡറിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എയുടെ വാല്യൂ 3യും ബിയുടെ വാല്യൂ 6ഉമാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ എന്ത് ചെയ്തു? ഓർഡർ ചേഞ്ച് ചെയ്തു. ഓർഡർ ചേഞ്ച് ചെയ്ത് എങ്ങനെയാക്കി? ഒന്നാമത്തെ പ്രോസസ്സിന്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തെ പ്രോസസ്സിന്റെ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ, രണ്ടാമത്തെ പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, അവിടെ ചേഞ്ച് വന്നു. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സിന്റെ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ, ഒന്നാമത്തെ പ്രോസസ്സിന്റെ 2, ഒന്നാമത്തെ പ്രോസസ്സിന്റെ 3. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. അതായത് ആദ്യത്തെ ചെയ്യുമ്പോൾ a equal to 1, b equal to 2, b equal to b into 2 എന്ന് പറയുമ്പോൾ 2 into 2 that is equal to 4. a equal to b plus 1 എന്ന് പറയുമ്പോൾ b യുടെ വാല്യൂ ഇപ്പൊ 4 ആണ്, 4 plus 1 5 ആയി. b equal to b plus 1 എന്ന് പറയുമ്പോൾ b യുടെ വാല്യൂ ഇപ്പൊ എത്രയാണ്? 4 ആണ്, 4 plus 1 5 ആയി. അതായത് a യുടെ വാല്യൂ 5ഉം b യുടെ വാല്യൂ എന്ത് കിട്ടി? 5ഉം കിട്ടി. ഓക്കെ ആണോ? അതായത് ഇതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ്. ഓക്കെ, കോഓപ്പറേറ്റിംഗ് പ്രോസസ്സ് എക്സിക്യൂഷൻ നടത്തുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, ഇതിനെ നമുക്ക് ചെറിയ ചെറിയ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസിന്റെ എക്സിക്യൂഷൻ നടത്തുന്ന ഓർഡർ എന്ന് പറയുന്നത് ഓർഡറിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ പറഞ്ഞു വന്നത്? കോഓപ്പറേറ്റിംഗ് പ്രോസസ്സിന്റെ കേസിൽ, കോഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പ്രോസസ്സ്. കോഓപ്പറേറ്റിംഗ് പ്രോസസ്സിന്റെ കേസിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഓർഡറിനനുസരിച്ച് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? സെന്റൻസ് പിടിയിട്ട്. കോഓപ്പറേറ്റിംഗ് പ്രോസസ്സിന്റെ കേസിൽ നമ്മുടെ എക്സിക്യൂഷൻ നടത്തുന്ന ഇൻസ്ട്രക്ഷൻസിന്റെ ഓർഡർ മാറുന്നതിനനുസരിച്ച് എന്താണ്? ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. This situation or scenario is called race condition in process synchronization. സിൻക്രണൈസേഷനകത്ത് റേസ് കണ്ടീഷൻ എന്ന് പറയുന്നതാണ് എന്ത്? ഈ പ്രോബ്ലത്തിന് പറയുന്ന പേരാണ് റേസ് കണ്ടീഷൻ. അതായത് ഒന്നിലധികം പ്രോസസ്സ് സെയിം ഡേറ്റനെ ആക്സസ് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നം വരുള്ളൂ കേട്ടോ. കോമൺ ഡേറ്റനെ ആക്സസ് ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? റേസ് കണ്ടീഷൻ ഉണ്ടാവുന്നത്. എന്താണ് റേസ് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ, എന്താണ് റേസ് കണ്ടീഷൻ? Race condition is the condition where several processes try to access the resources and modify the shared data concurrently, and outcome of the process depends on the particular order of execution that leads to data inconsistency. Race condition എന്താണ്? പിടികിട്ടിയോ? ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പ്രീവിയസ്, അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് റേസ് കണ്ടീഷൻ എന്ന്. എന്താ നമ്മൾ പറഞ്ഞ? കോഓപ്പറേറ്റിംഗ് പ്രോസസ്സിന്റെ കേസിൽ, കോഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം റിസോഴ്സസിനെ ആക്സസ് ചെയ്യുന്ന പ്രോസസ്സ്. ആ സമയത്ത് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേസ് കണ്ടീഷൻ എന്ന് പറയാം. ഈ റേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡേറ്റ ഇൻകൺസിസ്റ്റൻസി അല്ലേ? ഡേറ്റ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏത് ഓപ്പറേഷൻ ചെയ്താലും സെയിം ഡേറ്റ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ വരണം. അതാണ് ഡേറ്റ കൺസിസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് എന്താ തരുന്നത്? ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ആണ് തരാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ യൂസിങ് പ്രോസസ് സിൻക്രണൈസേഷൻ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസം യൂസ് ചെയ്തിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. It may arise when multiple process wants to access and manipulate similar data. നമ്മൾ പറഞ്ഞു തന്നെ, output of the process depends on the specific order in which the final value of the shared data depends upon which process finishes last. Okay ആണോ? അപ്പൊ റേസ് കണ്ടീഷനും പ്രോസസ് സിൻക്രണൈസേഷന്റെ ആവശ്യകതയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ? പ്രോസസ് സിൻക്രണൈസേഷൻ എന്തിനാണ്? എപ്പോഴാണ് ഇത് ആവശ്യമായിട്ട് വരിക? റേസ് കണ്ടീഷൻ എന്താണ്? ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടിയോ?
റെസ്പോൺസ് കുറവാണല്ലോ. ദാറ്റ് മീൻസ് മനസ്സിലായില്ല എന്നാണോ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണേ. റേസ് കണ്ടീഷൻ കഴിഞ്ഞിട്ടുള്ളത് എന്നോട് പറയൂ. ഏതാ? ഇത് അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കി. ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്ന പറയാനല്ലേ ഹന്ന പറഞ്ഞേ? അതെ, സെയിം തന്നെയല്ലേ എഴുതിയേക്കുന്ന വെച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ യൂസിങ് പ്രോസസ് സിൻക്രണൈസേഷൻ. അതായത് ആ റേസ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ് സിൻക്രണൈസേഷൻ വഴി അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് മേ അറൈസ്, അതായത് എപ്പോഴാണ് ഇത് ഉണ്ടാവുക? വെൻ മൾട്ടിപ്പിൾ പ്രോസസ് വാണ്ട് ടു ആക്സസ്, ഒന്നിലധികം പ്രോസസ്സ് വാണ്ട് ടു ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റ് സിമിലർ ഡേറ്റ കൺകറന്റ്ലി. സെയിം ഡേറ്റേനെ സെയിം ടൈമില് രണ്ടോ അതിലധികം പ്രോസസ്സോ ആക്സസ് ചെയ്യുമ്പോഴല്ലേ ഇത് സംഭവിക്കുക, അല്ലേ അന്ന? Output of the process depends on the specific order in which the process access the data. ഏത് പ്രോസസ്സ് ആ സെയിം ഡേറ്റ, ഇപ്പൊ നമ്മൾ പറഞ്ഞതിനകത്താണെങ്കിൽ പ്രോസസ് 1ഉം പ്രോസസ് 2ഉം ബി എന്ന് പറയുന്നതാണ് കോമൺ ഡേറ്റ, അല്ലെ? ബിനെ ആക്സസ് ചെയ്യുന്ന ഓർഡർ, ഏത് ഓർഡറിലാണ് ആക്സസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെ? അതാണ് അടുത്ത സെന്റൻസ് പറയുന്നത്. അടുത്തത് ഫൈനൽ വാല്യൂ ഓഫ് ദ ഷെയർഡ് ഡേറ്റ ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് പ്രോസസ് ഫിനിഷസ് ലാസ്റ്റ്. അതായത് ആദ്യത്തേതിനകത്ത് നമ്മൾ പറഞ്ഞപ്പം എ ആയിരുന്നു ആദ്യമേ എന്ത് ചെയ്തത്? ഫിനിഷ് ചെയ്തത്. രണ്ടാമത്തേനകത്ത് ബി ആയിരുന്നു ഫിനിഷ് ചെയ്തത്. അതിനനുസരിച്ച് ഔട്ട്പുട്ട് മാറി വന്നു, അല്ലെ? അതായത് ആദ്യം നമ്മൾ പറഞ്ഞപ്പോൾ പ്രോസസ് 1 ആയിരുന്നു ആദ്യമേ ഫിനിഷ് ചെയ്തത്. പ്രോസസ് 1ല് 3 ഫിനിഷ് ചെയ്തിട്ടായിരുന്നു പ്രോസസ് 2വിനകത്ത് ലാസ്റ്റ് വന്നത്. രണ്ടാമത്തെ ഓർഡർ പറഞ്ഞപ്പോൾ നമ്മൾ പ്രോസസ് 2 ആദ്യമേ ഫിനിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ടായിരുന്നു പ്രോസസ് 1 ഫിനിഷ് ചെയ്തത്. അപ്പൊ ഏത് പ്രോസസ് ആണ് ആ കോമൺ ഡേറ്റനെ ആദ്യം ഫിനിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് ഫിനിഷ് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് മാറി വരും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്. പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡേറ്റ ഇൻകൺസിസ്റ്റൻസി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോഓപ്പറേറ്റിംഗ് പ്രോസസ്സിന്റെ ഇടയ്ക്കുള്ള ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയാം. അപ്പൊ ഈ പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറയുന്ന മെക്കാനിസം നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ആക്ച്വലി അതിൻ്റെ അകത്ത് പ്രോബ്ലം എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ആക്ച്വലി അതിന്റെ പ്രോബ്ലം എന്താണ്, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലോട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിന് നമ്മൾ ആക്ച്വലി ഒരു ടേം വെച്ചിട്ടാണ് പറയുന്നത്, അതായത് പ്രോസസ് സിൻക്രണൈസേഷൻ പ്രോബ്ലം. അതിന് നമ്മൾ പറയുന്ന പേര് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്നാണ് പറയുക. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ഇത് കേൾക്കുമ്പോൾ വലിയ ഇതൊന്നും വേണ്ട, ഒന്നും ഇല്ല. ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പ്രോസസ് 1ഉം പ്രോസസ് 2ഉം, അല്ലെ? അത് രണ്ടും കോമൺ ആയിട്ട് യൂസ് ചെയ്ത ഡേറ്റ ഏതായിരുന്നു? പ്രോസസ് 1ഉം. എന്താ ഹന്ന പറഞ്ഞ കേട്ടില്ല കേട്ടോ. യെസ്, ബി എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ ആയിരുന്നു രണ്ടുപേരും എന്താണ് കോമൺ ആയിട്ട് ഷെയർ ചെയ്തിരുന്നത്, അല്ലെ? അപ്പൊ ആ കോമൺ ആയിട്ട് ഷെയർ ചെയ്ത ഡേറ്റനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതായത് കോമൺ ഡേറ്റനെ ഓരോ പ്രോസസ്സും, അതായത് പ്രോസസ് 1 കോമൺ ഡേറ്റ എന്ന് പറയുന്ന ബി ആണ്, ബിനെ അപ്ഡേറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ, അതിനെയാണ് എന്തെന്ന് പറയാ? ക്രിട്ടിക്കൽ സെക്ഷൻ. ഇനി പ്രോസസ് 2വിന്റെ കേസിലാണെങ്കിലും പ്രോസസ് 2 എന്ത് ചെയ്യുന്നുണ്ട്? ആ കോമൺ ഡേറ്റനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ? അതിനെ ആ പ്രോസസ് 2വിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയും. അതെ, പിടികിട്ടിയോ ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന്? ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് സിൻക്രണൈസേഷന്റെ ഒരു പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ പ്രോസസ് സിൻക്രണൈസേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ആ ഒരു ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയാം. അപ്പം ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറയാം. ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കോമൺ ആയിട്ടുള്ള ഒരു ഡേറ്റനെ പ്രോസസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആ കോമൺ ഡേറ്റനെ അപ്ഡേറ്റ് ചെയ്യുന്ന സെക്ഷൻ ഓഫ് കോഡിന് പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അത്രയുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് എ കോഡ് സെഗ്മെന്റ് വെയർ ദ ഷെയർഡ് വേരിയബിൾസ് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ദ വേരിയസ് പ്രോസസ്. ഒന്നിലധികം പ്രോസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഷെയർഡ് വേരിയബിളിനെ ആക്സസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ ആക്സസ് ചെയ്യുന്ന ആ ഒരു കോഡ് സെഗ്മെന്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറയാം?
ക്രിട്ടിക്കൽ സെക്ഷൻ. ഇറ്റ് ഈസ് എ പ്ലേസ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ പ്ലേസ് വെയർ ഷെയർഡ് വേരിയബിൾസ് ഓർ റിസോഴ്സസ് ആർ പ്ലേസ്ഡ്. ഈ ഷെയർഡ് വേരിയബിൾസ് നമ്മൾ കൊണ്ടുവന്നിടുന്ന സ്ഥലമാണ് ആക്ച്വലി എന്ന് പറയാം ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയാം. ഇനി ഇതെന്ന് വെച്ചാൽ കൺസിഡർ ദ സിസ്റ്റം ഓഫ് എൻ പ്രോസസ്. നമുക്ക് എൻ പ്രോസസ് ഉള്ള ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. അതായത് P1, P2, P3 എക്സെട്ര Pn, അത്രയും പ്രോസസ് ഉണ്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത്. അപ്പൊ നോക്കി, ഈച്ച് പ്രോസസ് ഹാസ് എ സെഗ്മെന്റ് ഓഫ് കോഡ്. എല്ലാ പ്രോസസ്സിനും എന്തുണ്ട്, ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് കോഡ് ഉണ്ട്, കോൾഡ് ക്രിട്ടിക്കൽ സെക്ഷൻ. അതിനെന്തെന്ന് പറയും, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയും. ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണ്, ഇൻ വിച്ച് ദ പ്രോസസ് മേ ബി ചേഞ്ചിങ് കോമൺ വേരിയബിൾസ്. ഓരോ പ്രോസസ്സും ആ കോമൺ ഡേറ്റനെ ചേഞ്ച് ചെയ്യുന്ന സെക്ഷൻ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ P1 ബിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, P2 ബിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്, അല്ലെ? അതാണ് കോമൺ എന്ന് പറയുന്നത്. Critical section in which the process may be changing common variables or updating a table or writing a file, etc. ഇങ്ങനെയുള്ള ആ ഒരു ഓപ്പറേഷൻസ് ഒക്കെ വരുന്ന പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് കോഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയാം. ഓക്കെ ആണോ? The important feature of the system is that when one process is executing in its critical section, no other process is allowed to execute in its critical section. ഓക്കെ, ഇനി നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു പ്രോസസ്സിനെയും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ഏത് പ്രോസസ് ആണോ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇരിക്കുന്നത് അത് അലോ ചെയ്തല്ല. കിട്ടിയോ? പറഞ്ഞ സെന്റൻസ് ഇച്ചിരി ലെന്തി ആയിപ്പോയോ? അതായത് ഒന്നുമില്ല, P1 എന്ന് പറയുന്ന പ്രോസസ്സ് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂഷൻ നടത്തുകയാണെങ്കിൽ, ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ വേരിയബിൾസ് ചേഞ്ച് ചെയ്യുന്നത്, ഒരു ഫയലിലോട്ട് ഡേറ്റ റൈറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന സെക്ഷനാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോസസ് P1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിലാണെന്ന് വിചാരിക്കും. ഓക്കെ, P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ P1 എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സിനെയും എന്ത് ചെയ്യില്ല, ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സിസ്റ്റം അലൗ ചെയ്യത്തില്ല. സിസ്റ്റത്തിന്റെ ഫീച്ചർ ആണത്. അങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കൺകറന്റ് എക്സിക്യൂഷൻ പോസിബിൾ ചെയ്തിരിക്കുന്നത്. ഒരു പ്രോസസ്സിന് എല്ലാ പ്രോസസ്സിനും ക്രിട്ടിക്കൽ സെക്ഷൻ മാത്രമല്ല ഉള്ളത്, വേറെയും കുറെ സെക്ഷൻസ് ഉണ്ട്. 4 സെക്ഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ, ആ 4 സെക്ഷൻ താഴോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലാണെങ്കിൽ വേറൊരു പ്രോസസ്സിനെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർമിറ്റ് ചെയ്യത്തില്ല. That is, not two processes are executing in their critical section at the same time. അതായത് എന്താണ്, സെയിം ടൈമിൽ രണ്ട് പ്രോസസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ദാറ്റ്സ് ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. അതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിട്ടിക്കൽ സെക്ഷൻ എല്ലാ പ്രോസസ്സിനും ക്രിട്ടിക്കൽ സെക്ഷൻ ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിലാണെങ്കിൽ വേറൊരു പ്രോസസ്സിനെയും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ചെയ്യില്ല. ഓക്കെ, critical section problem is to design a protocol that the process can use to cooperate. Okay, critical section problem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി, ഈ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പോൾ വേറൊരു പ്രോസസ്സിനെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ അനുവദിക്കരുത്. ഓക്കെ ആണോ? അനുവദിക്കരുത് എന്ന് പറയുന്നതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം. ഇനി ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ഉണ്ടാവണമെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് നമ്മൾ പറയാൻ വേണ്ടി പോണം. അതിനു മുന്നേ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു കോഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഡു എൻട്രി സെക്ഷൻ ക്രിട്ടിക്കൽ സെക്ഷൻ കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ചെറിയൊരു പ്രോഗ്രാമിന്റെ കോഡ് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് എവിടെയാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എങ്ങനെയാണ് വരുന്നത്. അതായത് ഡു എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡു വൈൽ ലൂപ്പ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻട്രി സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോസസ് ആണോ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന് ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതായത് P1ന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ P1 ചില കണ്ടീഷൻസ് എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ കണ്ടീഷൻ ആണ് എവിടെ വരിക, എൻട്രി സെക്ഷനകത്ത് വരിക. ഓക്കെ, അതാണ് എവിടെ വരുന്നത്, എൻട്രി സെക്ഷൻ. ആ എൻട്രി സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, ആ എൻട്രി സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, ആ പ്രോസസ് എന്ന് പറയുന്നത് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ഓക്കെ ആണോ? ഇനി അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് വെളിയിലിറങ്ങും. ഓക്കെ, ആ സെക്ഷനെ നമ്മൾ എക്സിറ്റ് സെക്ഷൻ എന്ന് പറയാം. ഓക്കെ ആണോ?
ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ എൻട്രി സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഫോളോ ചെയ്യണം. എൻട്രി സെക്ഷനിലെ കണ്ടീഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ക്രിട്ടിക്കൽ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എന്ത് ചെയ്യും? എക്സിറ്റ് സെക്ഷനിലേക്ക് വരും. ഓക്കെ, ഇനി റിമൈൻഡർ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 പറഞ്ഞിട്ടുണ്ട്. റിമൈൻഡർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ പ്രോസസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം 4 സെക്ഷൻ ആണ് ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ 4 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എൻട്രി സെക്ഷൻ, ക്രിട്ടിക്കൽ സെക്ഷൻ, എക്സിറ്റ് സെക്ഷൻ, റിമൈൻഡർ സെക്ഷൻ. എൻട്രി സെക്ഷൻ എന്താണെന്ന് നോക്കിക്കേ. It is the part of the process which decide the entry of a particular process in the critical section. ഒരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ എന്ത് കണ്ടീഷൻസ് കൊടുക്കണം, എന്ത് കണ്ടീഷൻസ് ഒക്കെ അവിടെ വരണം അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്ന കോഡ് വരുന്ന സെക്ഷൻ ആണ് എന്ത്? എൻട്രി സെക്ഷൻ. അവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എവിടെ കയറും? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. അവിടെ നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞാണല്ലോ. Then exit section, okay. Exit section permits the process which are waiting in the entry section to enter into the critical section. അതായത് എക്സിറ്റ് സെക്ഷനിൽ പറയുന്നത് ഇപ്പൊ P1 ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുവാന്ന് വിചാരിക്കേ. ഓക്കെ, ഇറങ്ങുന്ന സമയത്ത് P1 ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഏത് പ്രോസസ് ആണ് കയറുന്നതെന്നുള്ള അതിന് കയറാനുള്ള, അതായത് ഇപ്പൊ P2 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ അതിനുള്ള പെർമിഷൻ ആണ് എക്സിറ്റ് സെക്ഷനകത്ത് വരാം. ഇനി ഇതിലൊന്നും പെടാത്ത കോഡ് ആ പ്രോസസ്സിന് വേറെ ബാലൻസ് കോഡ് ഉണ്ടാവുമല്ലോ, അതാണ് ഇവിടെ വരുന്നത് റിമൈൻഡർ സെക്ഷനിൽ വരാം. ഓക്കെ, ഒന്നുമില്ല. ഇതിപ്പോ എന്താ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ P1 P2 എന്ന് പറയുന്ന 2 പ്രോസസ് നമ്മൾ പ്രീവിയസിൽ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ. ആ പ്രീവിയസിൽ പറഞ്ഞ എക്സാമ്പിളിൽ കോമൺ ഡേറ്റനെ ഷെയർ ചെയ്യുന്ന, അതായത് കോമൺ ഡേറ്റനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ വരുന്നതും നമുക്കിപ്പോ A=2 അല്ലെങ്കിൽ B=2 എന്നൊക്കെ പറയുന്ന റൈറ്റ് ചെയ്യുന്നതല്ലേ, അതും എല്ലാം എവിടെ വരുന്നത്? ക്രിട്ടിക്കൽ സെക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ P1 ക്രിട്ടിക്കൽ സെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ P2 എന്ത് ചെയ്യരുത്? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറ്റരുത്. ഓക്കെ, അപ്പൊ P1 ആദ്യമേ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ P1 ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യണം. എന്താ എന്തെങ്കിലും പറഞ്ഞോ? P1 എന്ത് ചെയ്യണം? ഒരു കണ്ടീഷൻ ഫോളോ ചെയ്തിട്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. P1 ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ആർക്ക് കയറാം? P2 കയറാം അല്ലേ? P2 കയറാനുള്ള ആ കണ്ടീഷൻ വരുന്നതാണ് എക്സിറ്റ് സെക്ഷൻ എന്ന് പറയാം. ഇനി P1 ബാലൻസ് കോഡ് ഉണ്ടാവുമല്ലോ, അതാണ് റിമൈൻഡർ സെക്ഷനകത്ത് വരിക. അത്രേ ഉള്ളൂ സംഭവം. പിടികിട്ടിയോ? എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞാൽ P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടീഷൻ കൊടുക്കണം? ഓക്കെ, ദെൻ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. ക്രിട്ടിക്കൽ സെക്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാലോ, അതാണ് എക്സിറ്റ് സെക്ഷനകത്ത് വരിക. ഇനി ഈ P1 ബാലൻസ് കോഡാണ് എവിടെ വരുന്നത്? റിമൈൻഡർ സെക്ഷനകത്ത് വരുന്നത്. ഇനിയും ഈ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഈ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ 3 കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം ആണെന്ന് പറയും. ഓക്കെ, അതായത് ഈ 3 കണ്ടീഷൻസ്, ഇവിടെ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട് കേട്ടോ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ്. ഓക്കെ, 3 പോയിന്റ്സ് ആണ് അവിടെ വരിക. ഏതൊക്കെയാണ്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ്, ബൗണ്ടഡ് വെയിറ്റിംഗ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ പ്രോസസ് സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസംസ് ഉപയോഗിക്കുക. എന്താണ്? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോസസ് സിൻക്രണൈസേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസംസ് ഏതെടുത്താലും എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ അവോയ്ഡ് ചെയ്യണം. ആ ഒരു ഇപ്പൊ എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്ന ഒരു മെക്കാനിസം, ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസം ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ
ഈ പറയുന്ന ഈ 3 കണ്ടീഷൻസിനെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസത്തിന്റെ പേര് എ. ഞാനിപ്പോ ചുമ്മാ ഒരു പേര് പറയാം. എ എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസം ഉണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന അത് എന്ത് ചെയ്തിരിക്കണം? ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഈ 3 കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഈ 3 കണ്ടീഷൻസ് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ എ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമെന്ന്. മനസ്സിലായോ ഞാൻ പറഞ്ഞ സെന്റൻസ്? മനസ്സിലായോ? പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യാം. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിട്ടിക്കൽ സെക്ഷനിൽ ഒരു പ്രോസസ്സ് മാത്രമേ അറ്റ് എ ടൈമിൽ കയറാവുള്ളൂ. ഒന്നിലധികം പ്രോസസ്സ് കയറി കഴിഞ്ഞാൽ ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. കാരണം കോമൺ ഡേറ്റനെ ഷെയർ ചെയ്യുന്നത് വഴിയാണ് എന്തെന്ന് പറയുന്നത്? ഇൻകൺസിസ്റ്റൻസി വരുന്നത്. അപ്പൊ ആ കോമൺ ഡേറ്റനെ ഷെയർ ചെയ്യരുത്. അതായത് ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിയാൽ വേറൊരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാതിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവത്തില്ല. അപ്പൊ ആ ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസത്തിന്റെ ഡ്യൂട്ടി. അത്രയും പറഞ്ഞ മനസ്സിലായോ? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന, അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസത്തിന്റെ ഡ്യൂട്ടി. അപ്പൊ ആ പ്രോസസ് സിൻക്രണൈസേഷൻ മെക്കാനിസം എന്ത് ചെയ്തിരിക്കണം? ഇവിടെ പറയുന്ന ഈ 3 കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. ഈ 3 കണ്ടീഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ആ മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യും. മനസ്സിലായോ? മനസ്സിലായില്ല? ഇനി 3 കണ്ടീഷന്. ഈ 3 കണ്ടീഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, പ്രോഗ്രസ് ആൻഡ് ബൗണ്ടഡ് വെയിറ്റിംഗ്. 3 ഇതാണുള്ളത് കേട്ടോ, 3 കണ്ടീഷൻസ്. ഒന്നുമില്ല. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നമ്മൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പഠിച്ചിട്ടില്ലേ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ if process PI is executing in its critical section, എക്സാമ്പിൾ ആയിട്ട് PI എന്ന് പറയുന്ന പ്രോസസ്സ് PIയുടെ ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, then no other process can be executing in their critical section. വേറൊരു പ്രോസസ്സിന് എന്ത് ചെയ്യരുത്? ആ പ്രോസസ്സിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറ്റരുത്. അതായത് P1 is executing in its critical section, then P2 എന്ത് ചെയ്യരുത്? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറ്റരുത്. ആ റൂളിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. If any other process require the critical section, they must wait until it is free. Okay, വേറെ ഏതെങ്കിലും പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണമെങ്കിൽ ഈ P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആ റൂളിന് പറയുന്ന പേരാണ് എന്താ? ആ കണ്ടീഷന് പറയുന്ന പേരാണ് എന്ത്? മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. അപ്പൊ പ്രോസസ് സിൻക്രണൈസേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഫോളോ ചെയ്യണം. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറിയാൽ വേറൊരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ അനുവദിക്കരുത്. ഓക്കെ, അത് മനസ്സിലായോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് പ്രോഗ്രസ്. ഓക്കെ, ഇത് ഇച്ചിരി ലെന്തി ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിലും സംഭവം മനസ്സിലാക്കി നമുക്ക് പിടികിട്ടും. അതായത് ഇഫ് നോ പ്രോസസ് ഈസ് എക്സിക്യൂട്ടിംഗ് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, ഇപ്പൊ ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ആൻഡ് സം പ്രോസസ് വിഷ് ടു എൻ്റർ ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ചില പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. then only those processes that are not executing in their remainder sections can participate in deciding which will enter in its critical section. അതിന്റെ അർത്ഥം എന്താന്ന്? ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ചില പ്രോസസ്സുകൾ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആരാണ് ഇത് ഡിസിഷൻ എടുക്കുന്നത്? only those processes that are not executing in their remainder section. അതായത് റിമൈൻഡർ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലാത്ത കുറെ പ്രോസസ്സുകൾ ഉണ്ടല്ലോ, ആ പ്രോസസ്സുകൾ എല്ലാം കൂടി തീരുമാനിക്കും ആര് കയറണം നെക്സ്റ്റ്. പിടികിട്ടിയോ?
അതായത് ഒരു പ്രോസസ്സും ഇപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ ഇല്ല, അപ്പൊ ആർക്ക് വേണേലും കയറാലോ. ഓക്കെ, അപ്പൊ ആർക്ക് വേണേലും കയറാം. പക്ഷെ അത് ആര് കയറണമെന്ന് ആര് തീരുമാനിക്കും? ഇപ്പൊ ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ ഇല്ല. അതിന്റെ അർത്ഥം എന്താ? ആർക്ക് വേണമെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. കാരണം ഒരു പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ ആണെങ്കിൽ മാത്രമേ വേറെ പ്രോസസ്സിന് കയറാൻ പറ്റുന്നതായിരിക്കുള്ളൂ. ഇപ്പൊ ഒരു പ്രോസസ്സും ക്രിട്ടിക്കൽ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എങ്കിൽ ഏത് പ്രോസസ്സിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാം. ഓക്കെ, അപ്പൊ കുറച്ച് പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ്. പക്ഷെ ആരാണ് തീരുമാനിക്കുക ഇനി നെക്സ്റ്റ് ആര് കയറണം എന്ന് തീരുമാനിക്കുന്നത്? എന്താ? ആരാണ്? റിമൈൻഡർ സെക്ഷനിൽ എക്സിക്യൂട്ട്, അതായത് റിമൈൻഡർ സെക്ഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ലാത്ത കുറെ പ്രോസസ്സുകൾ ഉണ്ടാവുമല്ലോ. ആ പ്രോസസ്സുകൾ എല്ലാം കൂടി തീരുമാനിക്കണം ഏതിന് നെക്സ്റ്റ് ക്രിട്ടിക്കൽ സെക്ഷൻ കൊടുക്കണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രോഗ്രസ്. Okay, progress means that if one process doesn't need to execute into critical section, then it should not stop other process to get into critical section. അതായത് ഒന്നുമില്ല, ഇപ്പൊ P1, P2, P3 മൂന്ന് പ്രോസസ് ഉണ്ട്. ഓക്കെ, P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, എന്താണ്? P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ P1 ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. വേറെ ആരും കയറരുതെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. അതായത് ഞാൻ കയറുന്നില്ല എന്നാ നീയും കയറണ്ട എന്ന് പറയാനുള്ള എന്തില്ല? പെർമിഷൻ ഇല്ല. അതാണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു മനസ്സിലായോ? ദാറ്റ് ഈസ് കോൾഡ് പ്രോഗ്രസ്. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ പ്രോഗ്രസ്, മൂന്നാമത് പറയുന്നത് ബൗണ്ടഡ് വെയിറ്റിംഗ് ആണ്. ബൗണ്ടഡ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എ ബൗണ്ട് മസ്റ്റ് എക്സിസ്റ്റ് on the number of times that other process are allowed to enter their critical sections after a process has made a request to enter its critical section and before that request is granted. Okay, അതായത് ഒരു P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. ഓക്കെ, ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് പെർമിഷൻ ഗ്രാന്റ് ചെയ്യുമല്ലോ അല്ലെ? അതായത് അത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുന്ന ഒരു ടൈം വരുമല്ലോ. അപ്പൊ ആ ടൈം വരെ ഒരു പർട്ടിക്കുലർ ബൗണ്ട്, അതായത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ടൈം അവിടെ ഉണ്ടായിരിക്കണം, ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അതായത് ഇൻഡെഫിനിറ്റ്ലി അതിനെ എന്ത് ചെയ്യിക്കരുത്? വെയിറ്റ് ചെയ്യിക്കരുതെന്ന്. മനസ്സിലായോ? ഇൻഡെഫിനിറ്റ്ലി ആ ഒരു പ്രോസസ്, അതായത് P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. P1 ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇൻഡെഫിനിറ്റ്ലി അവിടെ വെയിറ്റ് ചെയ്യിക്കരുതെന്ന്. അതാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ബൗണ്ടഡ് വെയിറ്റിംഗ്. എ ബൗണ്ട് മസ്റ്റ് എക്സിസ്റ്റ്. അത് പർട്ടിക്കുലർ ബൗണ്ട് അവിടെ ഒരു എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ടൈം സ്ലൈസ് അല്ലെങ്കിൽ ടൈം എന്താ പറയാ, ഒരു യൂണിറ്റ് ഓഫ് ടൈം. ഓക്കെ, ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈം അവിടെ ഉണ്ടായിരിക്കണം. അതായത് എക്സാമ്പിൾ ആയിട്ട് P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. P1 ഒരു 5 millisecond കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് കൊടുക്കുക? ആ പെർമിഷൻ അങ്ങ് ഗ്രാന്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ അതിനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് എന്ത് ചെയ്യരുത്? ബ്ലോക്ക് ചെയ്യരുത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ബൗണ്ടഡ് വെയിറ്റിംഗ്. ഓക്കെ, അപ്പം ഈ മൂന്ന് കണ്ടീഷനെയും ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ മെക്കാനിസംസ് എന്തായിരിക്കും? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ അവോയ്ഡ് ചെയ്തിരിക്കും. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവത്തില്ല, ഡേറ്റ കൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, രണ്ട് പ്രോസസ്സും ഒരേ സമയത്ത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ഡേറ്റ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ആ ഡേറ്റ ഇൻകൺസിസ്റ്റൻസിനെ എന്ത് ചെയ്യണം? ഡേറ്റ ഇൻകൺസിസ്റ്റൻസി മാറ്റണം, അതായത് ഡേറ്റനെ കൺസിസ്റ്റന്റ് ആക്കണം. ഡേറ്റനെ കൺസിസ്റ്റന്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം. ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന മൂന്ന് കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. പിടികിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് ഇതിന് കുറച്ച് എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കുറെ മെക്കാനിസംസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, അതില് നമുക്ക് കുറച്ചധികം മെക്കാനിസം മോണിറ്റേഴ്സ് എല്ലാം തോന്നി ഇപ്പോഴത്തെ സിലബസിനകത്ത് കേട്ടോ. അത് വേണ്ട, നമുക്ക് പീറ്റേഴ്സൺ സൊല്യൂഷൻ ഉണ്ട്, അത് നോക്കിയേക്കാം. പീറ്റേഴ്സൺ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ആക്ച്വലി ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്ത, അതായത് പ്രോസസ് സിൻക്രണൈസേഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഏറ്റവും ആദ്യത്തെ മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്? പീറ്റേഴ്സൺ സൊല്യൂഷൻ. ഓക്കെ, ഇത് ഇപ്പോൾ ഉള്ള മോഡേൺ സിസ്റ്റത്തിലൊന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല.
കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 2 പ്രോസസ്സ് ഉള്ളൂങ്കിൽ മാത്രമാണ്. ഓക്കെ, അന്ന് ആലോചിച്ചേക്ക്. ഇപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന് 2 പ്രോസസ്സേ ഉള്ളൂ. ദൂരം പ്രോസസ്സ് ആയിരിക്കും അറ്റ് എ ടൈമിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഈ പീറ്റർസൺ സൊല്യൂഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അതായത് ഫസ്റ്റിലെ ഏറ്റവും ആദ്യ കാലത്തൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരുന്ന ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ക്രിട്ടിക്കൽ സൊല്യൂഷൻ പ്രോബ്ലം ആണ് എന്തെന്ന് പറയുന്നത്, സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് പീറ്റർസൺ സൊല്യൂഷൻ. ഓക്കെ, ഇനി ഇത് അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറെ മെക്കാനിസംസ് ഉണ്ടെന്ന്. എന്തിന്? പ്രോസസ് സിൻക്രണൈസേഷന് കുറെ മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, ആ മെക്കാനിസത്തിനകത്ത് ചിലത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിരിക്കും, ചിലത് എന്തായിരിക്കും ഹാർഡ്വെയർ ബേസ്ഡ് ആയിരിക്കും. ഓക്കെ, ചിലത് സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസ് ആയിരിക്കും, ചിലത് എന്താണ് ഹാർഡ്വെയർ ബേസ്ഡ് സൊല്യൂഷൻസ് ആയിരിക്കും. ഈ പീറ്റർസൺ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, ആദ്യ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത് പീറ്റർസൺ സൊല്യൂഷൻ എന്ന് പറയാം. ഇനി ഈ മെക്കാനിസത്തിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. അതായത് ഇവിടെ ഒരു എന്താ പറയാ ഒരു അസംഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഒരു അസംഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ പ്രോസസ്സും ഇപ്പൊ ഒരു സിസ്റ്റം ഇവിടെ നമ്മൾ 2 പ്രോസസ്സിന്റെ കാര്യം പറയുന്നുള്ളേ, എന്നാലും എല്ലാ പ്രോസസ്സിന്റെ കേസിലും ഇത് ആപ്ലിക്കബിൾ ആണ്. അതായത് P1 ഉണ്ടല്ലോ, P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ റെഡിയാന്ന് വിചാരിക്കുക. ഓക്കെ, P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിലും പുള്ളി പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ കയറണം എന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോ. അതായത് P1 ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ തന്നെയും P1 പറയുന്നത് P2 വേണമെങ്കിൽ കൊടുത്തോ എന്നാണ്. ഓക്കെ, ആ ഒരു അസംഷന്റെ ബേസിലാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് എടുക്കാം. ഇപ്പൊ ലെഫ്റ്റ് 2 ടേബിൾ നിങ്ങൾ 2 കോഡ് കാണുന്നുണ്ടല്ലോ അല്ലെ, 2 കോഡ് കാണാലോ അല്ലെ. ഒന്നെന്ന് പറയുന്നത് P1 ആണെന്ന്, മറ്റത് P2 ആണെന്ന് നമ്മൾ എടുക്കാം. ഓക്കെ, ഒന്നാമത്തത് കാണുന്നത് P1 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ കോഡാണ്, രണ്ടാമത്തെ P2ന്റെ കോഡാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ എത്ര സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എൻട്രി സെക്ഷൻ, ക്രിട്ടിക്കൽ സെക്ഷൻ, എക്സിറ്റ് സെക്ഷൻ, റിമൈൻഡർ സെക്ഷൻ, 4 സെക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇനി ആദ്യമേ നോക്കാം, ഇവിടെ PI PJ എന്നാട്ടോ കൊടുത്തിരിക്കുന്നത്. പ്രശ്നമില്ലല്ലോ, ഞാൻ P1 P2 എന്ന് പറഞ്ഞോട്ടെ, പ്രശ്നമില്ലല്ലോ. ഞാൻ P1 P2 എന്ന് പറയാണ്, PI PJ എന്നാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമേ P1 എന്ന് പറയുന്ന പ്രോസസ്സ് എടുക്കാം. ഓക്കെ, P1 എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഡു എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ ആ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് എൻട്രി സെക്ഷൻ. എൻട്രി സെക്ഷനിൽ നമ്മൾ എന്താ പറഞ്ഞേ, എൻട്രി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിനെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത് എൻട്രി സെക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഇവിടെ ഫ്ലാഗ് ഓഫ് I ഈക്വൽ ടു ട്രൂ എന്നാണ്. അതായത് ഞാൻ പറയും ഫ്ലാഗ് ഓഫ് 1 ഈക്വൽ ടു 2. അതിനു മുന്നേ 2 വേരിയബിൾ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. 2 വേരിയബിൾ ഉണ്ട്, ഒന്ന് ടേൺ എന്ന് പറയുന്ന വേരിയബിളും ഒന്ന് ഫ്ലാഗ് എന്ന് പറയുന്ന ബൂളിയൻ വേരിയബിൾ ആണ്. ഓക്കെ, ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ബൂളിയൻ വേരിയബിളും ടേൺ എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിളും ആണ്. ടേൺ എന്ന് പറയുന്ന ഒരു ഇന്റീജർ വേരിയബിളും ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ബൂളിയൻ വേരിയബിളും. ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫ്ലാഗ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ P1 ഈസ് റെഡി ടു എക്സിക്യൂട്ട് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ, അതാണ് അതിന്റെ മീനിങ്. ഫ്ലാഗ് അതിന്റെ ട്രൂ ആണെങ്കിൽ, ആ പ്രോസസ്സിന്റെ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിൾ ട്രൂ ആണെങ്കിൽ ആ പ്രോസസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റെഡി ആണെന്നാണ് മീനിങ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അതായത് ഫ്ലാഗ് ഓഫ് I ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ PI എന്ന് പറയുന്ന പ്രോസസ്സ് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ഓക്കെ, ഇനി ടേൺ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഇനി നെക്സ്റ്റ് എന്റെ ടേൺ ആണ് അല്ലെങ്കിൽ അവന്റെ ടേൺ ആണെന്ന് നമ്മൾ പറയില്ല. അതിന്റെ അർത്ഥം എന്താ? അവനാണ് അടുത്തതെന്നുള്ള രീതിയിലല്ലേ നമ്മൾ പറയാം അല്ലെ. അതായത് ടേൺ ഈക്വൽ ടു ജെ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഒരു അസംഷൻ എടുക്കുന്നുണ്ട്, PI ഈസ് റെഡി ടു എക്സിക്യൂട്ട് ഇൻ ഇറ്റ്സ് ക്രിട്ടിക്കൽ സെക്ഷൻ. എന്നിരുന്നാൽ തന്നെയും PI പറയുന്നത് എന്താണ്, ജെയ്ക്ക് വേണേ കൊടുത്തോ എന്നാ. ഓക്കെ, അതാണ് ടേൺ ഈക്വൽ ടു ജെ. അതായത് ഫ്ലാഗ് ഓഫ് I ട്രൂ ആണ്, അതായത് PI റെഡി ടു എക്സിക്യൂട്ട് ആണ്. പക്ഷെ PI പറയുന്നത് എന്താ, ജെക്ക് വേണേ ടേൺ കൊടുത്തോന്ന്. ഓക്കെ, അതായത് ജെ എന്ന് പറയുന്ന പ്രോസസ്സിന് ടേൺ കൊടുത്തു, അതായത് ടേൺ ഈക്വൽ ടു ജെ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് അവിടെയാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മുടെ എന്താ കണ്ടീഷൻ വരുന്നത്. അതൊന്ന് പറഞ്ഞേക്കേ. വൈൽ ഫ്ലാഗ് ഓഫ് ജെ ആൻഡ് ടേൺ ഈക്വൽ ടു ജെ, അവിടെ എന്താ സംഭവിക്കാന്നൊന്ന് പറയോ?
വൈൽ കണ്ടീഷന്റെ വർക്കിംഗ് എങ്ങനെയാ? വൈൽ കണ്ടീഷൻ വർക്കിംഗ് എങ്ങനെയാന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും പഠിച്ചിട്ടുള്ളല്ലേ. വൈൽ എന്ന് പറയുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? ഹലോ, ആരും ഹലോ, ട്രൂ ആയും കഴിയും. വൈൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. അതായത് എവിടെ എൻട്രി ചെയ്യണമെങ്കിൽ എൻട്രി കൺട്രോൾഡ് ആണ്. വൈലിന്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യുന്നതാണ്? അത് കണ്ടീഷൻ അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന അതിന്റെ ഉള്ളിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിലോ? ഹലോ, കേൾക്കുന്നുണ്ട്. ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. ഓക്കെ, അതായത് വൈലിനകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിന് വെളിയിലിറങ്ങും. ഇതാണല്ലോ വൈൽ കണ്ടീഷന്റെ ട്രൂ ആകുന്നത് വരെ അല്ലേ? യെസ്, ട്രൂ ആകുന്നത് വരെ വൈൽ കണ്ടീഷൻ നമ്മൾ കൊടുക്കില്ലേ? ട്രൂ ആകുന്നത് വരെ അല്ലേ? i less than 10 എന്ന് വെച്ചാൽ 10 ആകുന്നത് വരെ. i less than 10 എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഉള്ളിൽ കയറൂലേ? മാം, നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നായിരുന്നു, ഞാൻ കട്ടായി പോയിരുന്നു. കുഴപ്പമില്ല. യൂസഫ്, നമ്മൾ വൈൽ i less than 10 എന്ന് പറഞ്ഞു. ഐയുടെ വാല്യൂ 11 ആണെങ്കിൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറോ ഇല്ലയോ? ഇല്ല. ഐയുടെ വാല്യൂ 1 ആണെങ്കിലോ 1 to 10 വർക്ക് ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറും. ഫോൾസ് ആകുന്നത് വരെയല്ലേ ചെയ്യാം അല്ലേ? എനിക്ക് തെറ്റിപ്പോയതല്ലോ അല്ലേ? വൈലിനകത്ത് നമ്മളൊരു കണ്ടീഷൻ വൈൽ i less than 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ വർക്ക് ചെയ്യും, ഐയുടെ വാല്യൂ 2 ആകുമ്പോൾ വർക്ക് ചെയ്യും. അതായത് ആ കണ്ടീഷൻ ട്രൂ എന്നല്ലേ എന്റെ അർത്ഥം? ഓക്കെ, അപ്പൊ വൈൽ ഇവിടെ എങ്ങനെ എന്തിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വൈൽ ഫ്ലാഗ് ഓഫ് ജെ ആൻഡ് ടേൺ ഈക്വൽ ടു ജെ എന്നാണ്. അതായത് ഫ്ലാഗ് ഓഫ് ജെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്ലാഗ് ഓഫ് ജെ ട്രൂ ആണോ എന്നാണ് നോക്കുന്നത്. ഫ്ലാഗ് ഓഫ് ജെ ട്രൂ ആണോ? ട്രൂ ആന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ വൈലിനകത്ത് ചെയ്യുന്ന രണ്ട് കണ്ടീഷനാ നോക്കാം. അവിടെ നമ്മൾ നടുക്ക് ആൻഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് അപ്പുറമുള്ള കണ്ടീഷൻ ഇപ്പുറമുള്ള കണ്ടീഷൻ എന്താവണം? ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയാൽ എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും അല്ലെ? ഇപ്പൊ ഫ്ലാഗ് ഓഫ് ജെ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ആണോ ഫോൾസ് ആണോ? നമ്മൾ ഓൾറെഡി ഫ്ലാഗ് ഓഫ് ഐ ട്രൂ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഫ്ലാഗ് ഓഫ് ജെ ട്രൂ ആകുമോ? ഫോൾസ് ആയിരിക്കും. ആൻഡ് ടേൺ ഈക്വൽ ടു ജെ എന്താണ്? ട്രൂ ആണോ ഫോൾസ് ആണോ? ടേൺ നമ്മൾ ഓൾറെഡി ജെയ്ക്ക് കൊടുത്തല്ലോ. ടേൺ ജെയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ ഫോൾസ് ആണ്, രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ ആണ്. ദാറ്റ് മീൻസ് എൻ്റയർ കണ്ടീഷൻ എന്തായിട്ട് മാറി? ഫോൾസ് ആയിട്ട് മാറിയില്ലേ? ഫോൾസ് ആയിട്ട് മാറിയില്ലേ? ട്രൂ ആവുക എങ്ങനെയാ? രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമല്ലേ ട്രൂ ആവൂ. ആൻഡ് അല്ലേ നമ്മൾ കൊടുത്തിരിക്കുന്നേ? അല്ലേ? അതായത് ഫ്ലാഗ് ഓഫ് ജെ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, ടേൺ ഈക്വൽ ടു ജെ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഓക്കെ, ഫോൾസ് ആൻഡ് ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫോൾസ് ആയി പോയില്ലേ? ഇനി നോക്കാം, അവിടെ കൊടുത്തിരിക്കുന്ന ആ വൈല് കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളൻ കൊടുത്തിരിക്കുന്നു. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സെമിക്കോളൻ? സെമിക്കോളൻ അവിടെ കൊടുത്തതിന്റെ അർത്ഥം എന്താ? കോഡ് ലൈനിന്റെ എൻഡ്. അതായത് വയലിന്റെ ഉള്ളിൽ ഒന്നും ഇല്ലെന്നല്ല എന്റെ അർത്ഥം. അതായത് എപ്പോഴാ ഈ കണ്ടീഷൻ എൻ്റയർ കണ്ടീഷൻ ട്രൂ ആവും? എപ്പോഴാ? ജെയുടെ ഫ്ലാഗ് വാല്യൂ ട്രൂ ആവണം, ടേൺ ഈക്വൽ ടു ജെയും ആവണം അല്ലെ? അത് രണ്ടും ട്രൂ ആണെങ്കിൽ അല്ലേ എന്ത് ചെയ്യുള്ളൂ? ലൂപ്പിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ വരുള്ളൂ അല്ലെ? അതായത് ഫ്ലാഗ് ഓഫ് ജെയും ട്രൂ ആവണം, ടേൺ ഈക്വൽ ടു ജെയും ട്രൂ ആവുക എന്ന് പറഞ്ഞാൽ ലൂപ്പിന്റെ ഉള്ളിൽ കയറും. ഇവിടെ ലൂപ്പിന്റെ ഉള്ളിൽ ഒന്നും ആക്ച്വലി ചെയ്യാനില്ല.
ദാറ്റ് മീൻസ് അതെന്താണ്, ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ ഇപ്പൊ രണ്ടും ട്രൂ ആവുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇതിൽ കിടന്ന് വയലിൽ കിടന്ന് ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എപ്പോഴാ വെളിയിൽ ഇറങ്ങാ? ഫോൾസ് ആകുമ്പോ അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഇപ്പോഴത്തെ സിനാരിയോയിൽ എന്താണ് ഫോൾസ് അല്ലേ നമുക്ക് റിട്ടേൺ ചെയ്തത് അല്ലെ? വൈൽ ഫ്ലാഗ് ഓഫ് ജെ ഫോൾസ് ആണ്. ഓക്കെ, ടേൺ ഈക്വൽ ടു ജെ ആണ്. അപ്പൊ എന്താണ് എന്റെ കണ്ടീഷൻ എന്തായിട്ട് മാറി? ഫോൾസ് ആയിട്ട് മാറി. ഫോൾസ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് പ്രോസസ് ക്രിട്ടിക്കൽ സെക്ഷനിലോട്ട് കയറി എന്നാണ് അതിന്റെ അർത്ഥം. പി ഐ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. കാരണം ലൂപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയില്ലേ. ലൂപ്പിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? ക്രിട്ടിക്കൽ സെക്ഷൻ ആണ്. അപ്പൊ പി ഐ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. ഓക്കെ, മനസ്സിലായോ പറഞ്ഞേ? പി ഐ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആ കണ്ടീഷൻസ് വരുന്ന ആ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് കോഡിനെ നമ്മൾ എൻട്രി സെക്ഷൻ എന്ന് പറയാം. എൻട്രി സെക്ഷനിൽ നമ്മൾ ചെയ്തത് ആ പ്രോസസ്സിന്റെ ഫ്ലാഗ് എന്താക്കി? നമ്മൾ ട്രൂ ആക്കി ടേൺ എന്ന് പറയുന്ന മറ്റേ പ്രോസസ്സിന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ വയലിനകത്ത് നമ്മൾ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു? ലൂപ്പിന്റെ ഉള്ളിലൊന്നും കൊടുത്തിട്ടില്ല. അവിടെ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തിരിക്കുക. അതായത് ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ ഈ വയൽ ലൂപ്പിൽ കിടന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എപ്പോഴാണ് ഫോൾസ് വരുന്നത് അന്നേരം എന്ത് ചെയ്യും? ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. ഓക്കെ, ഇപ്പൊ പറഞ്ഞതില് ഫ്ലാഗ് ഓഫ് ജെ എന്ന് പറയുന്ന ഫോൾസ് ആണ്, ടേൺ ഈക്വൽ ടു ജെ ആണ്. അപ്പൊ എന്റെ കണ്ടീഷൻ ഫോൾസ് ആയി. ദാറ്റ് മീൻസ് ആ പി ഐ എന്ന് പറയുന്ന പ്രോസസ് എന്ത് ചെയ്തു? അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറി. ഓക്കെ, ഇനി ക്രിട്ടിക്കൽ സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ എക്സിറ്റ് സെക്ഷനിൽ എന്താ ചെയ്യുന്നത്? പി ഐ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പി ഐ പെർമിഷൻ കൊടുക്കുവാണ്. ആർക്ക്? വേറെ ഏതെങ്കിലും പ്രോസസ്സ് കയറിക്കോട്ടെ. ഓക്കെ, ഇപ്പൊ ഇവിടെ പി ജെ കയറിക്കോട്ടെ എന്നുള്ള രീതിയിൽ എന്തായി? ജെ ഐയുടെ ഫ്ലാഗ് എന്താക്കി മാറ്റി? ഫോൾസ് ആക്കി മാറ്റി. എന്നാലല്ലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജെയുടെ ഫ്ലാഗ് ട്രൂ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ? ഐയുടെ ഫ്ലാഗ് ഫോൾസ് ആക്കിയാലാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജെയുടെ ഫ്ലാഗ് ട്രൂ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് പി ഐ എന്ത് ചെയ്തു? അതിന്റെ ഫ്ലാഗ് എന്താക്കി? ഫോൾസ് ആക്കി മാറ്റി. ഓക്കെ, ആ ഫോൾസ് ആക്കി മാറ്റുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? പി ഐ വേറെ പ്രോസസ്സിന് കയറാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? പി ഐ ക്രിട്ടിക്കൽ സെക്ഷൻ കഴിഞ്ഞു. അപ്പൊ പി ഐക്ക് എന്ത് ചെയ്യാം? വേറെ ഏതെങ്കിലും പ്രോസസ്സിന് കയറാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഗ്രാന്റ് ചെയ്യാം. ഓക്കെ, ആ ഗ്രാന്റ് ചെയ്യണമെങ്കിൽ ഈ പി ഐ എപ്പോഴും പി ഐയുടെ ഫ്ലാഗ് ട്രൂ ആണെങ്കിൽ വേറെ ഏതെങ്കിലും പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷൻ കയറാൻ വേണ്ടി പറ്റുമോ? പി ഐയുടെ ഫ്ലാഗ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടിരിക്കുന്നിടത്തോളം കാലം വേറൊരു പ്രോസസ്സിന് ക്രിട്ടിക്കൽ സെക്ഷന് കയറാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യും? പി ഐ അതിന്റെ ഫ്ലാഗ് അങ്ങ് ഫോൾസ് ആക്കി മാറ്റും. അത് ആ ഫോൾസ് ആക്കി മാറ്റുന്നതിലൂടെ ബാക്കിയുള്ള പ്രോസസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഫ്ലാഗ് ട്രൂ ആക്കി അതിന് ക്രിട്ടിക്കൽ സെക്ഷന് കയറാനുള്ള പെർമിഷൻ കൊടുക്കും. ഓക്കെ, അതാണ് എക്സിറ്റ് സെക്ഷനിൽ ചെയ്യുന്നത്. ഇനി റിമൈൻഡർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പ്രോഗ്രാം കോഡ് എന്ന് പറയുന്നത് ഫുള്ള് റിമൈൻഡർ സെക്ഷനകത്ത് വരും. ഓക്കെ, ഇനി ഇതേ സെയിം ഇത് തന്നെയല്ലേ നോക്കിക്കേ. ഇപ്പുറത്ത് പി ജെയില് ജെയുടെ ഫ്ലാഗ് ട്രൂ ആക്കി ടേൺ ആർക്ക് കൊടുത്തു? ഐക്ക് കൊടുത്തു. അതേ സെയിം തന്നെ ഇവിടെ വൈൽ ഫ്ലാഗ് ഓഫ് ഐ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഫോൾസ് ആണ്. ടേൺ ഈക്വൽ ടു ഐ ആണ്, പക്ഷെ ഫ്ലാഗ് ഓഫ് ഐ എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? അത് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. കാരണം എന്താണ്? ഫ്ലാഗ് ഓഫ് ഐ എന്ന് പറയുന്നത് ഫോൾസ് ആയതുകൊണ്ട് ക്രിട്ടിക്കൽ സെക്ഷനിൽ കയറും. പി ജെ ക്രിട്ടിക്കൽ സെക്ഷനിൽ കഴിഞ്ഞു കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അതിന്റെ ഫ്ലാഗ് അങ്ങ് ഫോൾസ് ആക്കിയിട്ട് പോകും. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഈ പീറ്റർസൺ സൊല്യൂഷനകത്ത്. അതായത് ഇത് നമുക്ക് ഈ രണ്ട് പ്രോസസ്സിന്റെ കേസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് സൊല്യൂഷൻ ആണ്. പ്രീവിയസ് ഏറ്റവും ആദ്യ കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒരു ക്ലാസിക്കൽ സൊല്യൂഷൻ ആണ്. ഇത്ര ഓർത്തിരുന്നാൽ മതി. ഈ ഒരു വർക്ക്, അതായത് ഈ വൈൽ ലൂപ്പിലാണ് ശരിക്കും അവിടെ കളി നടക്കുന്നത്. ഓക്കെ, ആ വൈല് നമുക്ക് അവിടെ ഫുൾ കോളം കൊടുത്തിരിക്കുന്നത് എന്താ? ട്രൂ ആണെങ്കിൽ എന്താണ്? അതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് ഇങ്ങനെ ബ്ലോക്ക് ഇങ്ങനെ എന്താ പറയാ, സൈക്കിൾ പോലെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. മനസ്സിലായോ?